പച്ചടി ഇല്ലാത്ത എന്താ ഓണസദ്യ? അപ്പൊ ഇന്ന് ഞാനൊരു ബീറ്റ്റൂട്ട് പച്ചടിയാ വെക്കുന്നത്. എന്റെ വീഡിയോസ് കണ്ടിട്ട് അതിൽ പല പല കമന്റുകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല ഈ കറി വെക്കുന്നത്, ഇതിൽ ചേർത്തുകൂടാ, ഇതിനൊരു രുചിയില്ല, ഇത് കൊള്ളില്ല കൊള്ളില്ല കൊള്ളില്ല, ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്ന എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ നാട്ടിലും ഓരോരോ രീതികളാണ്, അത് കഴിക്കുന്നവരുടെ രുചിയും അതിനനുസരിച്ച് വ്യത്യാസമാണ്. അപ്പോൾ എന്റെ നാട്ടിലെ രീതി അനുസരിച്ചാണ് ഞാൻ കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്കിലും ഞാൻ വെക്കുന്ന രീതിയിലൊന്ന് വെച്ചുപോലും നോക്കാണ്ട് കൊള്ളില്ലാന്ന് തീർത്ത് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ കൊള്ളില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് നിൽക്കുവോ? ഞാനുണ്ടാക്കുന്ന ആഹാരം എനിക്കും എന്റെ വീട്ടുകാർക്കും നല്ല ടേസ്റ്റ് തന്നെ, അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. എന്തായാലും പറഞ്ഞിരുന്ന സമയം കൊണ്ട് നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് ഇവിടെ. ബീറ്റ്റൂട്ട് പച്ചടിയുടെ ചേരുവകളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ബീറ്റ്റൂട്ടും ഒരു പച്ചമുളകും ഉപ്പിട്ട് വേവിച്ചെടുത്ത് തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും കടുകും കൂട്ടത്തിൽ വേവിച്ചതും കൂടി അരച്ച് താളിച്ചതിലേക്ക് ഇത് ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി തൈരും ചേർത്ത് യോജിപ്പിച്ചാൽ പച്ചടി റെഡി. തൈര് ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ലേ?